തല അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 2 മണിയായി. ഇന്നലെ, അതായത് ഏപ്രിൽ 10 ഞാൻ 4 സിനിമ കണ്ടു. അതിൽ 4ാമത്തെ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. രാവിലെ സെൻട്രൽ ടോക്കീസ് തൃപ്പൂണിത്തുറയിൽ ഞാൻ ബസൂക്ക കണ്ടു സ്ക്രീൻ 1. അതിനുശേഷം സ്ക്രീൻ 2 മരണമാസ് കണ്ടു. അതിനുശേഷം ഞാൻ കാർ ഓടിച്ച് ന്യൂ സെൻട്രലിൽ പോയി ആലപ്പുഴ ജിംഖാന സ്ക്രീൻ 1 കണ്ടു. ഇതിന് ശേഷം ഒന്ന് വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ആലുവ മാതാമാധുര്യയിൽ മാധുര്യ തിയേറ്ററിൽ പോയി ഗുഡ് ബാഡ് അഗ്ലി കണ്ടു. എന്നിട്ട് ഇപ്പം തിരിച്ച് വീട്ടിൽ വന്ന് 2 മണിയായിട്ടാ. എന്നിട്ടും എനിക്കൊരു തരി എനർജി കുറവില്ല. അതിൻ്റെ കാരണം ഞാൻ പറയട്ടെ. ആദ്യത്തെ ഒരു സിനിമ കഴിഞ്ഞ് ഞാൻ കണ്ട ബാക്കി എല്ലാ സിനിമകൾക്കും നല്ല എനർജി ആയിരുന്നു. ഇവൻ ആദ്യം കണ്ട ബസൂക്കയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ട എല്ലാ സിനിമയും എന്നിങ്ങനെ ഊർജ്ജം കൂട്ടി കൊണ്ടുവന്നു പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ഈവൻ ബസൂക്കയുടെ ലാസ്റ്റ് 20 മിനിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഗുഡ് ബാഡ് അഗ്ലി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തരം സിനിമ കാണുന്നത്. എൻ്റെ അറിവിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാനൊരു പുതിയ ടേം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപരാധ മാസ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറയട്ടെ. ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കും മനസ്സിലാവും, ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഡയറക്ടറിനും എല്ലാവർക്കും അറിയാം, ഇത് അവർ വളരെ എക്സെൻട്രിക്കായിട്ട് ഭയങ്കര ഓവർ ദ ടോപ്പായിട്ട് സ്പൂഫ് ലെവലിൽ ഒരു കാട്ടപരാധം ലെവല് ഒരു സാധനം എടുത്തു വെച്ചിരിക്കുകയെന്ന് അവർക്കറിയാം. പക്ഷെ പെർപ്പസ്ഫുള്ളി അതങ്ങനെ എടുത്തു വെച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എൻ്റെ മോനെ വിഷയമായിരുന്നു. അത് മാധുര്യ തിയേറ്ററിലെ ഇന്നത്തെ ക്രൗഡും വൈബ് ക്രൗഡ് കിണ്ണം കാച്ചി എക്സ്പീരിയൻസ് എനിക്ക് കിട്ടില്ല. DCP ആണ് പടത്തിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് ഇത്രയും ഓവർ ദ ടോപ്പായിട്ടും ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം 1% പോലും ഈ സിനിമയുടെ അകത്ത് കൂടെ പോയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലോജിക്ക് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങേരുടെ ഈ കഥ അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കിയപ്പോൾ പുള്ളി അങ്ങനൊരു സാധനം കൺസിഡർ പോലും ചെയ്തിട്ടില്ല. ഇത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് പക്ഷെ അത് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടല്ല, ഇത് ഇത്രയും വലിയൊരു വല്ലാത്ത എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ തന്നിട്ട് നമുക്കിത് ഇഷ്ടപ്പെടും. അത് നമുക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവർ ദ ടോപ്പ് സാധനങ്ങളാണ്, ഇത് അന്യായ കത്തിയാണ് ഒക്കെയാണെന്ന്. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര എൻജോയബിളായിരുന്നു. ഞാൻ ഇങ്ങനൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. മാർക്ക് ആൻ്റണി, എനിക്കതിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് SJ സൂര്യ വേറെ ലെവലായിരുന്നു. അതേ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ, പുള്ളിയാണ് ഇതും രവിചന്ദർ അങ്ങനെന്തോ ആണ്, ഫുൾ നെയിമൊന്നും അറിയില്ലടേ. അപ്പോൾ പുള്ളിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. തൃഷ അല്ലേ നയൻതാര എന്ന് പറഞ്ഞൊരു പടമാണ് ആദ്യം പുള്ളി ചെയ്തത്. ആ സിനിമ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതൊരു ക്വാക്കി ടൈപ്പ് ഓഫ് ഒരു പ്രത്യേക ടൈപ്പ് പടമായിരുന്നു. നമ്മുടെ GV പ്രകാശ് കുമാറും കണ്ടോ അതിനകത്ത് അഭിനയിച്ചതുകൊണ്ട് മറന്നു ആരാണ് ആക്ടർ എന്നുള്ളത്, കണ്ടായിട്ട് ഒരു ഓർമ്മയുണ്ട്. അതിനുശേഷം പുള്ളി AAA എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല. ബഗീര എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ പ്രഭുദേവയുടെ കൂടെ ചെയ്തായിരുന്നു. അതൊരു വിയേർഡ് പടമായിരുന്നു. അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അത് സ്പൂഫാണോ എന്താണെന്ന് മനസ്സിലായി. അത് പുള്ളി ഒരു പ്രത്യേക മൈൻഡിലെടുത്തിരിക്കുന്ന പടമാണ്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് വർക്കായി, ചില കാര്യങ്ങൾ എനിക്ക് കാണുമ്പോൾ സിനിമ കാണുമ്പോൾ എനിക്കറിയാം ഇത് എന്ത് അപരാധോടെ ഞാൻ കാണുന്നതെന്ന്. പക്ഷേ ചില കാര്യങ്ങൾ ഭയങ്കര എൻജോയബിളായിരുന്നു. എസ്പെഷ്യലി പുള്ളി സിനിമ എടുക്കുമ്പോൾ കളറെന്ന് പറഞ്ഞാൽ അമ്മാതിരി കളർ, എല്ലാം ഓവർ ദ ടോപ്പായിരിക്കും. 5 ഡേൻ്റെ അടുത്ത് 500 ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ശരി, കളറ്, സൗണ്ട്. സ്പീക്കിംഗ് ഓഫ് സൗണ്ട്, കങ്കുവയ്ക്ക് ശേഷം എമ്പുരാനിലെ കുറച്ച് സീനുകൾക്ക് ശേഷം ത്രൂ ഔട്ട് ദ മൂവി, സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് തീരണ വരെ എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലത്ത് പോലും സിനിമയിൽ എവിടെയെങ്കിലും സൈലൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുൾ ടൈം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അനിരുദ്ധിനെ വെച്ചിട്ട് പൊലിപ്പിച്ച് വേറെ ലെവലിട്ടേക്കാണ്. എനിക്ക് തോന്നുന്നു അനിരുദ്ധിൻ്റെ
കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നിട്ട് വിടാമുയർച്ചയ്ക്കിടക്ക് കയറി വരുന്നുണ്ട്. മറ്റേ ഒരു സാധനമുണ്ട്. എൻ്റെ പൊന്നോ, ഈ അനിയുടെ മ്യൂസിക് കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ തിയേറ്ററിലെ സ്പീക്കറിൻ്റെയൊക്കെ അവസ്ഥേനെ ആലോചിക്കുന്നതാണ്. സബിനൊക്കെ ഡ്രൈവറൊക്കെ അടിച്ചു പോകുന്നുണ്ട്. കാരണം അമ്മാതിരി സൗണ്ടായിരുന്നു. മാധുര്യ തിയേറ്റർ എന്നെ അങ്ങോട്ടുണ്ടല്ല കോരി എടുത്തെന്ന് പറഞ്ഞാൽ മതി. അങ്ങനത്തെ ഒരു സംഭവ എക്സ്പീരിയൻസ്, വൈബ്, ക്രൗഡും എല്ലാം കൊണ്ടും കിടു. ഞാൻ ഏകദേശം 4-5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ 4-5 അതിലും കൂടുതലല്ലോ ഞാൻ മാധമാതിരി സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. പണ്ട് ആലുവയിൽ ഞാൻ 3.5 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടത്താണ് ഞാൻ കസീനോ, മാധമാധുര്യ, സീനത്ത് ഇവിടെയൊക്കെ പോയി സിനിമ കണ്ടിരിക്കുന്നത്. കസീനോ ഞാൻ പിന്നെയും അനുപമായിട്ട് ഹെലൻ എന്നുള്ള സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിയാന ലവ് എന്നേ എനിക്ക് വരുള്ളൂ. ബനാന ലവ്, നമ്മുടെ അന്നാബെന്നിൻ്റെ പടം. ഇൻസ്റ്റഗ്രാം പേര് അങ്ങനെ എന്തോ ആയിരുന്നു പണ്ട്, എൻ്റെ വായിൽ അത് വരുള്ളൂ പെട്ടെന്ന്. അപ്പോൾ അന്നാബെന്നിൻ്റെ ഹെലനാണ് ഞാൻ കസിനോയിൽ അനുപയുടെ കൂടെ എൻ്റെ വൈഫിൻ്റെ കൂടെ പോയി കണ്ട ഒരു അവസാനത്തെ സിനിമ. അപ്പോൾ ആ ടൈമിൽ കസീനോ ആയിരുന്നു കുറച്ചുകൂടി എനിക്കിഷ്ടം. മാധമാധുര്യയ്ക്ക് വലിപ്പമുണ്ടെങ്കിലും കുറച്ചുകൂടി ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നത് കസീനോയിലായിരുന്നു. ഇത്തവണ മാധുര്യ സീറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് LED ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ലേസറാക്കി. 2K ലേസറാണ്. പക്ഷേ ഉണ്ടല്ല, ദാറ്റ് വാസ് മോർ ദാൻ ഇനഫ്. എനിക്കൊന്ന് ആ സ്ക്രീൻ വനിതവിന്ത്യയിലൊക്കെ സ്ക്രീനിൻ്റെ ഒരു സൈസാണെന്നുണ്ട്. 32 ഫീറ്റ് എന്തോ ആണ്. അതിന് 2K ലേസർ ധാരാളമായിരുന്നു തോന്നുന്നുണ്ട്. എനിക്കൊന്ന് വനിതവിന്ത്യ സ്ക്രീൻ 4 സ്ക്രീൻ സൈസിൻ്റെ ഒരു വലിപ്പമുള്ളൂ. പക്ഷേ ഞാൻ ഇരുന്നത് അടുത്തേക്കാണ്. എന്നത്തെയും പോലെ എനിക്ക് അടുത്തേക്ക് കയറി ഇരുന്ന് കാണാനാണ് ഇഷ്ടം. അയ്യോ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ഞാൻ വേറെ വീഡിയോ സെപ്പറേറ്റ് ഇടാം. ഈ സിനിമ ഓവർ ദ ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് സ്നേഹയുടെ ഹസ്ബൻഡ് മറ്റേ പ്രസന്നയില്ലേ, പ്രസന്നയുണ്ട്, അഞ്ചാതയിലൊക്കെ അഭിനയിച്ച മച്ചാൻ. പുള്ളി ഇതിനകത്ത് ചെറിയുണ്ട്, പ്രഭു ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ പേര് സിനിമയിലുണ്ട്. തൃഷയുണ്ട്, പിന്നെ അർജുൻ ദാസാണില്ലേ വില്ലൻ, പിന്നെ ജാക്കി ഷറഫ് ഉണ്ട്. ജാക്കി ഷറഫ് ഇപ്പം മറ്റേ ബോളിവുഡിലൊന്നും അല്ല അഭിനയിക്കുന്നതുകൊണ്ട്, പുള്ളി നിരത്തി പിടിച്ച് തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ കയറി അഭിനയിക്കുന്നതുകൊണ്ട് അങ്ങനെ കുറേ പേര് ഇതിനകത്തുണ്ട്. പക്ഷേ എന്നാലും ഉണ്ടല്ല, ദിസ് ഈസ് ആൻ AK പടം. അജിത് കുമാർ, എൻ്റെ പൊന്നെ എന്ത് പ്രസൻസ് ആയിരുന്നു ഇത്. എനിക്കത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ലിറ്ററലി ഈ സിനിമയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ എനിക്ക് തോന്നുന്നത് ഒന്നുമില്ലയെന്ന് തോന്നുന്നുണ്ട്. കാരണം അജിത്തിൻ്റെ തന്നെ പഴയ സിനിമകളുടെ കുറേ പാട്ടുകളും ഡയലോഗും റെഫറൻസുകളും, അതുപോലെ തന്നെ ഒരു സീനുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് കോപ്പി റൈറ്റ് അടിക്കില്ല, അല്ലെങ്കിൽ ഈ നടന്മാരുടെ ഏജൻസീസ് അല്ലെങ്കിൽ അവർ വന്ന് കോപ്പി റൈറ്റ് അടിക്കില്ല എന്നൊക്കെ തോന്നിപ്പോയി. ഇൻ്റർനാഷണൽ ലെവലിൽ സാധനം, അതും AI വെച്ചിട്ട് 3 ക്യാരക്ടേഴ്സിനെ കാണിക്കും. നമ്മുടെ AK എന്നുള്ള ഇതിനകത്തുള്ള ക്യാരക്ടറിൻ്റെ പേര് AK എന്നുണ്ട്. അതായത് രസം. കുറേ ലിങ്ക് ഉണ്ട്, ലിങ്ക് ഓഫ് ദി ലിങ്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 3 ക്യാമിയോ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, അത് എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യും. പക്ഷേ ഉണ്ടല്ല, എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നത് ഇത് പണിയാവൂല, ഇത് അവരുടെ അനുവാദത്തോടെയാണ് അത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പണിയാവൂല, കേസാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആ സീനുണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഞാൻ ചിരിക്കണോ എൻജോയ് ചെയ്യണോ, കാരണം സംഭവം രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ആർപ്പ് വിളിച്ച് കൈയടിക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ 2 മനസ്സാണ്. അതായത് കൈയടിക്കണമുണ്ട്, എൻജോയ് ചെയ്യണമെന്നുണ്ട്, അതേസമയം എൻ്റെ ഉള്ളിൽ വലിയ ചോദ്യമാണ്, ഇത് വിഷയമാവില്ല എന്നൊക്കെ. പക്ഷേ ഡയറക്ടറിന് ആൾക്കാരെ കയ്യിലെടുക്കാൻ അറിയാം. അതായത് ലോജിക്കൊക്കെ വിളയെ കളഞ്ഞിട്ട് ഇങ്ങനെയുടെ സിനിമ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് ചിലപ്പോൾ കൈയടിക്കും. മാർക്ക് ആൻ്റണിയിൽ കണ്ടതൊന്നും അല്ല ഇതിനകത്ത് അതിൻ്റെ പോലും 1% പോലും. മാർക്ക് ആൻ്റണിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് ഉണ്ടാവുമായിരുന്നു. ഇത് ലോജിക്ക്ലെസ് പടം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സാധനം. പക്ഷേ വളരെ എൻജോയബിൾ. ഈ സിനിമയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ വിഷയമായിരുന്നു. ഈ സിനിമ വേണമെങ്കിൽ 2ാമത് കാണാം. പക്ഷേ ഒരു പഞ്ഞായിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു ടൈഗർ ബാം വല്ലതും ആയിട്ട് നിങ്ങൾ പൊക്കോ. ഇതിൻ്റെ അറ്റ്മോസ് ഔട്ട് തന്നെ വേണമെന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഈ ഫുൾ സിനിമ ഈ അനിരുദ്ധ് ചെയ്യുന്ന സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഭയങ്കര സൗണ്ടാണ്. എന്തൊരു സൗണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു തിയേറ്റർ താങ്ങോ ഇനി ഇതൊക്കെ
മാധുരി ഇപ്പോൾ റീസെൻ്റ്ലി റിനോവേറ്റഡ് ആയതുകൊണ്ട് അത് താങ്ങും. അപ്പോൾ ഇതൊക്കെ സാധാരണ തിയേറ്ററിൽ കൊണ്ടൊക്കെ കളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടത്തേക്ക് അവസ്ഥ? വല്ല കാലഹരണപ്പെട്ട് കിടന്നു വെച്ചാൽ സ്പീക്കറൊക്കെ എപ്പോൾ അടിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ഔട്ട് നൽകുന്നൊരു പടം. ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ ഞാൻ ഈസിയായിരുന്നു, എൻ്റെ മോനെ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഈ സിനിമയുടെ എനർജി ഉണ്ടല്ലോ, നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് നമുക്ക് കിട്ടും. സംഭവം ഞാൻ പറയില്ല, ഫുൾ അവരാതാണ് കാണിക്കണം, മൊത്തം കാട്ടവരാതം പ്രോ മാക്സ് സാധനങ്ങളൊക്കെ കാണിക്കണത്. പക്ഷേ ഭയങ്കര എൻജോയബിളാണ്. എനിക്ക് ഭയങ്കര എൻജോയബിളായിട്ട് തോന്നി. നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കുറേ സാധനം കണ്ട് നമ്മൾ ചിരിക്കും, എൻജോയ് ചെയ്യും, കയ്യടിക്കും. പിന്നെ എന്താണൊരു സിനിമ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഈ സിനിമ ഇതൊക്കെ കാണിച്ചിട്ടും നമുക്ക് അതെല്ലാം തരും. അതാ രസം. നമ്മളിങ്ങനെ പല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കമൻറ്റ് അടിക്കാനുള്ള സാധനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചത് എന്തൊക്കെയാണ് കാണിക്കണമെന്നൊക്കെ. പക്ഷേ ഭയങ്കര രസം. അജിത്ത് ഇങ്ങനൊരു സിനിമ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പുള്ളി എന്താ ബ്രേക്ക് എടുക്കാൻ പോണെന്നുണ്ട്, റേസിംഗ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, കുറേ നാളെ കഴിഞ്ഞ് റേസിംഗ് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ പോണേ മുന്നേ വിഷുവിന് എൻ്റെ വക ഇരിക്കട്ടെ ഒരു പാറമ്മേക്കാവ് വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം. എൻ്റെ മോനെ, എനിക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പോലും എനിക്ക് അറിയില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം ഈ സാധനം, അങ്ങനെ ഞാൻ പറയും. കാരണം നിങ്ങൾ പക്ഷേ പോകുന്നതിന് മുന്നേ ലോജിക്ക് 1% പോലും തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോകരുത്. വാട്ട് ഇസ് ലോജിക്, അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ദർ ഇസ് നത്തിങ് കോൾഡ് ലോജിക് എന്നും പറഞ്ഞിട്ട് പോകണം. എൻ്റെ പൊന്നോ, എന്തൊരു തിയേറ്റർ തന്നെ പോയിരുന്നു അറിയാമോ. ഈ സിനിമ OTT കാണുന്നവരുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിച്ച്, അവർ കാണുമ്പോൾ ഇത് എന്ത് കോപ്പാട് എടുത്തു വെച്ചേക്കണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു പോകും. പക്ഷേ തിയേറ്ററിൽ വേറെ ലെവലായിരുന്നു, അത് ഞാൻ പറയും. ഇങ്ങനൊരു പടം ഞാൻ കണ്ടിട്ടില്ല. ഇതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സ്പൂഫ് മാസ് വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് അവരാധ പടം. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സിനിമ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. മിനിറ്റിന് പാട്ട്, അതും പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, ഇവരുടേതായിട്ടൊന്ന് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ ഒന്നുമില്ലെന്നുകൊണ്ട്. കാരണം എല്ലാം പഴയ പാട്ടുകൾ, അതും എല്ലാം ഹിറ്റ് പാട്ടുകളും പെട്ട സാധനങ്ങളുമാണ്. അതിൻ്റെയൊക്കെ റീമിക്സും ഓവർ പവേർഡ് സാധനങ്ങളൊക്കെ. പക്ഷേ മോനി കിടിലായിരുന്നു അത്. അതായത് നമ്മൾ ഈ ഫിഫയൊക്കെ കളിക്കുമ്പോൾ പണ്ട് മറ്റേ നമുക്കൊരു ടീം ഉണ്ടാക്കാം, ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ വെച്ച്. അപ്പോൾ നമ്മൾ എല്ലാ കിടിലൻ പ്ലേയേഴ്സിനെയും വെച്ചിട്ടൊരു ടീം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെ പുള്ളി അജിത്തിൻ്റെ ഇതിൻ്റെ ഡയറക്ടർ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് എല്ലാത്തിൽ നിന്നും ഈ അടുത്ത് ഹിറ്റായ എല്ലാ സിനിമകളിൽ നിന്നും എല്ലാം അങ്ങനെ എടുത്തൊരു മിക്സിയിൽ അടിച്ചിട്ട് ഒരു സാധനം എടുത്ത് അങ്ങോട്ട് വിളമ്പിക്കുന്നു. ഒരുമാതിരി UGM സദ്യയൊക്കെ പോലത്തെ ഒരു സാധനം. മറ്റേ എന്താണ്, ഒരു വലിയ ഇല ഇട്ടിട്ട് തിന്നോടാ മക്കളെ, ഇന്ന പിടിച്ചോ, ഗണ്ണ് വേണോ ഇന്നൊക്കെ ഇടക്ക് ഗണ്ണ്, നിനക്ക് ബോംബ് വേണോ ഇന്നൊക്കെ ഇടക്ക്, നിനക്ക് ഇടി വേണോ ഇതേ കിടന്നു, അങ്ങനെ നിരത്തി അങ്ങോട്ട് തന്നേക്കാണ് നമുക്കിട്ട്. അണ്ണാക്കിലിട്ട് പൊട്ടിക്കുക എന്നൊക്കെ പറയൂല, അങ്ങനത്തെ ഒരു സാധനം. എന്തായാലും കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ്. ലോജിക്കൊക്കെ ആലോചിച്ച് പോകുന്ന, അല്ലെങ്കിൽ മറ്റേ സിനിമയിൽ കഥ വേണമെന്നൊക്കെ പറഞ്ഞാൽ മതി, ഈ സിനിമയുടെ 7 അയലത്തേക്ക് പോകാൻ നിൽക്കരുത്. പിന്നെ ഇതൊരു പ്യുവർ മസാല, 100% മസാലപ്പടം, 100% മസാല മാസ് പടം, അതാണ് സാധനം. അതുകൊണ്ട് അതറിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുക. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് വെറുതെ റേഞ്ച് സാധനമാണ്. എന്തായാലും ഇന്ന് ഞാൻ ഭയങ്കര എനർജി, നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് മനസ്സിലാവും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, 4 പടം കണ്ടിട്ടും ഞാൻ ഇപ്പോഴും ഫുൾ പവറിലിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമകൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? അതും ഞാൻ ഈ ഓർഡറിൽ തന്നെ കണ്ടത് നന്നായി. അതുകൊണ്ട് എനിക്ക് ഒരു എനർജി എൻ്റെ ഉള്ളിൽ കിടക്കണം ഇപ്പോഴും. എനിക്ക് ഉറക്കമേ വരുന്നില്ല, അമ്മാതിരി കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത് ഒന്നും കൂടി ചിലപ്പോൾ കാണും. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എന്തായാലും ഐ ലവ്ഡ് ഇറ്റ്. വേറെ എന്തൊക്കെയോ പറയാമെന്ന് വേണ്ട, നിങ്ങൾ പോയി കാണും, എത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, നാളെ 2 IMAX പടങ്ങളുണ്ട്. അതുകൂടാതെ ജാട്ട് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആ മൂവി കാണാനൊരു മൈൻഡായി. കാരണം ഇതുപോലെ വല്ല സാധനമായിരിക്കും ഇനി എന്നുള്ളത്. ഇതുപോലെ എന്തെങ്കിലും സാധനമാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യും. അതായത് നമുക്ക് ചിരിക്കാനുള്ളതും എല്ലാം ലോജിക്കൊക്കെ 0 ലോജിക്കായിട്ടുള്ള GBU പോലത്തെ സാധനമാണെങ്കിൽ ഞാൻ ജാട്ടും ചിലപ്പോൾ എൻജോയ് ചെയ്തെന്ന് വരും. എന്തായാലും
ഒരു കൈ വെച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നതാണ്, ഒന്ന് തലവെച്ച് കൊടുത്താലാ എന്നൊക്കെ ആലോചിച്ചു. ഇപ്പം എനിക്ക് ഇന്നലെ വരെ ഞാൻ കാണണമെന്ന് വിചാരിച്ചിരുന്ന വെച്ചല്ല, കുറേ പേര് കമൻറ്റിൽ റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് പോകണം എന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലാത്തൊരു കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന രാവിലെ ആയിരിക്കും. എന്തായാലും ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ ഞാൻ പോയി കിടക്കട്ടെ. ബൈ ബൈ.